ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബ്രെഡ് ഹൽവയാണ്. ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഡെസേർട്ട് ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 6-7 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പൊടിക്കാതെ ഫുൾ ബ്രെഡ് ഫ്രൈ ചെയ്തോ അങ്ങനെ എടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ ഇതിലേക്ക് അബ്സോർബ് ആവുന്നതെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൗഡർ ആക്കി എടുക്കുന്നത്. അങ്ങനെ ഞാൻ അതിനെ ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് മൊത്തമായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടിച്ചതിനെ ആ ഒരു നെയ്യിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഒരു കളർ മാറി വരുന്നവരെ, ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെയിം പാനിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ഏലക്കയുടെ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു ഷുഗർ നല്ലപോലെ ഡിസോൾവ് ആകുന്നവരെ ഒന്ന് ബോയിൽ ചെയ്യാം. നല്ലപോലെ അതൊന്ന് ആ ഒരു വെള്ളം നല്ലപോലെ ബോയിൽ ആവണം. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആ ഷുഗറൊക്കെ നല്ല മെൽറ്റായി നമ്മുടെ ആ വെള്ളം നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബ്രെഡിന്റെ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം നമുക്കൊരു മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ ഇളക്കി ഇതിനെ മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് ടൈം ഇളക്കി ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കണം. അങ്ങനെ കുറച്ച് അധിക സമയം ഇളക്കി എടുത്തതിന് ശേഷം അതിലുള്ള ലിക്വിഡ് ഒക്കെ വറ്റി നമ്മുടെ ആ ബ്രെഡിന്റെ അത് നല്ല ആ ഒരു ഹൽവ ഫോമിലായി വന്നിട്ടുണ്ട്. നമ്മുടെ ആ പാനിന്റെ സൈഡ്സിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. വേണ്ട നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നല്ലപോലെ അതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ റെഡിയായി. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സ്, കിസ്മിസ് ഒക്കെ വറുത്ത് ഇടാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ അതൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്ത് ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കുറച്ചുകൂടെ ബ്രൗണിഷ് കളറിൽ നമുക്ക് കിട്ടും. പക്ക നമുക്കിവിടെ ആ ഒരു ബിരിയാണി ഷോപ്സിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു കളറിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.